നേരം വെളുത്ത് വൈകുന്നേരമാവുന്നവരെയും വൈകുന്നേരമായി നേരം വെളുക്കുന്നവരെയും ഇസ്ലാമിനെ ചീത്ത പറയുന്ന ചില ബ്ലോഗർമാരായ ആളുകളും സോഷ്യൽ മീഡിയ ആളുകൾ നിരീശ്വരവാദി പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇവരോട് മാന്യതല്ല, ഇവർ മറമാണ്. പറയടോ, അവളെ കൈ കിടന്ന് പിടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പെണ്ണിന് അങ്ങനത്തെ കണക്കില്ല. പെണ്ണാണ്. അവൾ ഹിന്ദു ആയാലും പെണ്ണാണ്, അവൾ മുസ്ലിം ആയാലും പെണ്ണാണ്, അവൾ ക്രിസ്ത്യാനി ആയാലും പെണ്ണാണ്, അവൾ നിരീശ്വരവാദിയാലും പെണ്ണാണ്. പെണ്ണുങ്ങളോട് മാന്യത പുലർത്തണം. പെണ്ണുങ്ങളോട് മാന്യത പുലർത്താത്തവർ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മാന്യത. അപ്പോൾ ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു യുദ്ധം എന്ന് പറയാം, അതിൽ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നേരിൻ്റെ കൂടെ നിൽക്കാനുള്ള മനുഷ്യൻ്റെ ഓർമ്മപ്പെടുത്തൽ. രണ്ട്, സമർപ്പണം. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്, സത്യത്തിന് വേണ്ടി സമർപ്പിക്കുക. അപ്പോൾ അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടാവും. അള്ളാഹു തന്നെ നിയമം തെറ്റിച്ച യുദ്ധമാണ് സത്യത്തിൽ ബദർ യുദ്ധം. അള്ളാഹു നിയമം തെറ്റിച്ചു. മനസ്സിലായില്ല? അള്ളാഹുക്ക് നിശ്ചയിച്ച ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു, അത് ബദറിൽ തെറ്റിച്ചു. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. ഹബീബുൻ നജ്ജാറിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ ജനതയെ കൊല്ലാൻ ഞാൻ ആകാശത്ത് നിന്ന് ഒരു പട്ടാളക്കൂട്ടത്തെ ഇറക്കിയില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി. ഹബീബുൻ നജ്ജാറിനെ അവർ ക്രൂരമായി കൊന്നു, അദ്ദേഹം സത്യവിശ്വാസിയായതിന്റെ പേരിൽ. യാസീൻ അല്ലേ സൂറത്ത്? വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാ. ഞാൻ അതിന് ആകാശത്തുനിന്ന് ഒരു പട്ടാളമൊന്നും ഇറക്കിയില്ല. വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ ആകാശത്തുനിന്ന് പട്ടാളം ഇറക്കുന്നത് എൻ്റെ രീതിയുമല്ല. ആ നിയമം പഠിച്ചു ലംഘിച്ചു. 5000 മരക്കൾ ഇറക്കി കൊടുത്തു. മനസ്സിലായില്ല? എന്തുകൊണ്ട്? സത്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നവനെ സഹായിക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതന്നെ. ഇവർക്കൊന്നുമില്ല, ഇവർ കൊല ചെയ്യപ്പെടും, പക്ഷെ അവരെ കൂടെ നിർത്തും. എന്തുകൊണ്ട്? അവർ സത്യത്തിന് വേണ്ടി ജീവിക്കണം. അത് ഏത് കാലത്തുണ്ടാവും. സത്യത്തിന് വേണ്ടി ഏത് കാലം ഉണ്ടാവും. അങ്ങനെയാണ്. സത്യത്തിന് വേണ്ടി ആര് സമർപ്പിച്ചാലും അവർക്ക് ഒന്നും ഉണ്ടാവേണ്ടയില്ല. നിങ്ങൾ നോക്ക്. അവർക്ക് സമർപ്പണമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അവരെ പക്ഷത്ത് സത്യം ഉണ്ടായാലും പോരാ, അവർക്ക് ആ സത്യം നിലനിൽക്കാൻ വേണ്ടി സമർപ്പണം ഉണ്ടാവും. ബദർ യുദ്ധത്തിൽ നടന്നത് സമർപ്പണം. അപ്പോൾ അള്ളാഹു സഹായിച്ചു. 1948 മെയ് 14-ാം തീയതി ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം 2024 മാർച്ച് 28-നിടയിൽ ഒരുപാട് തവണ അറബികൾ ഇസ്രായേലികളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും തോറ്റു. എന്തുകൊണ്ട്? അറബികളുടെ കയ്യിൽ സത്യമുണ്ട്, പക്ഷേ സമർപ്പണമില്ല. തോറ്റുകൊണ്ടിരിക്കും. പുറത്തു പറയണ്ട. എന്നോട് കൊഞ്ഞാൽ മതി, കാര്യമില്ല. സമർപ്പണമാണ്. ഇസ്രായേൽ എന്ന് ഇത്രയേ ഉള്ളൂ, അറബികൾ ഇത്രയാണ്. തോറ്റു. തോൽവിയിൽ മാനം കെട്ടിട്ടാണ് ജമാൽ അബ്ദുൽ നാസർ മരിച്ച്. ഇതിനെയൊക്കെ പനി പിടിച്ച് മരിച്ച് മാനം കെട്ടിട്ട്. അന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഈജിപ്ത്. ഒന്നുമല്ല. അന്ന് ഇസ്രായേലിൻ്റെ കയ്യിൽ ചില്ലറ യുദ്ധവിമാനമുള്ളത് 10-200. അറബികളുടെ കയ്യിൽ ആയിരക്കണക്കിന് യുദ്ധവിമാനം. ചില്ലറ സൈന്യമാണ് ഇസ്രായേലിന്, ലക്ഷക്കണക്കിന് സൈന്യം അറബികൾക്ക്. എന്നിട്ട് തോറ്റു. പെരുന്തുൽക്കൽ. എന്തേ? ഇവരുടെ കയ്യിൽ സത്യാമല്ലേ? അവരുടെ കയ്യിൽ ആശയം സത്യം. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ നിങ്ങൾ പിടിച്ചടക്കരുത്. ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ കൊല്ല, ഞങ്ങളെ കുട്ടികളെ കൊല്ല, ഞങ്ങളെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുക, ഞങ്ങളെ കുട്ടികളെ കൊല്ല, നിങ്ങൾ
ചെയ്യരുത്. ഇതാണല്ലോ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. ഇസ്രായേലിൻ്റെ ആശയം തെറ്റും, അറബികളുടെ ആശയം ശരിയാണ്. എന്നിട്ടും തോറ്റത് അറബികളാണ്. എന്തുകൊണ്ട്? സമർപ്പണമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ സമർപ്പിക്കണം, അപ്പോഴേ ഒരു ആശയം വിജയിച്ചെടുക്കാൻ കഴിയും. ചിലപ്പോൾ ആശയം തെറ്റായിരിക്കും, എന്നാലും ഇസ്രായേലികൾ വിജയിച്ചു. എന്തുകൊണ്ട്? ഇസ്രായേലികൾ വിജയിച്ചു. എന്തുകൊണ്ട്? അവർ ആശയം തെറ്റാണ്, പക്ഷേ സമർപ്പണമുണ്ട്. ഒരു കള്ളൻ്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഒരു കള്ളൻ്റെ ആത്മകഥ. അതിലയാൾ പറയുന്നുണ്ട്, DC ബുക്സ് പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാറുള്ള DC ബുക്സ്. അപ്പോൾ ആ പുസ്തകത്തിൽ ഒരു കള്ളൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കള്ളൻ പറയുന്നുണ്ട്, നിങ്ങളൊരു വീട്ടിലേക്ക് മോഷ്ടിക്കാൻ പോയാൽ നിങ്ങളുടെ ലക്ഷ്യം മോഷണം മാത്രമായിരിക്കണം. വേറെ എന്തെങ്കിലും ലക്ഷ്യം തെറ്റിയാൽ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾ മോഷണം നടത്താൻ പോകുന്നത് എന്തിനാണ്? മദ്യപിക്കാനാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ നല്ല 1-ാം നമ്പർ വിദേശ ബ്രാൻഡ് മദ്യങ്ങൾ കാണുന്നുണ്ട്. എടുക്കാൻ പാടില്ല. ലക്ഷ്യം മാറി, പിടിക്കപ്പെടും. നിങ്ങൾ എന്തിനാ പോയത്? പണം മോഷ്ടിക്കാൻ, ആഭരണം മോഷ്ടിക്കാൻ. എടുക്കാൻ പോരുക. അപ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങൾക്ക് സമർപ്പണമുണ്ട്. നിങ്ങളവിടെ നിങ്ങളെ വിദേശ ബ്രാൻഡ് മദ്യമുണ്ട് അവിടെ. അത് നിങ്ങൾക്ക് കൊതിയുണ്ട്, പക്ഷെ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ മദ്യം കേൾക്കാൻ പോയതല്ല, നിങ്ങൾ പണവും പൊന്നും എടുക്കാൻ പോയതാണ്. എടുക്കാൻ പോരുക. കിട്ടിയില്ലേ തിരിച്ചു വരിക. നിങ്ങൾ മോഷ്ടിക്കാൻ പോയത് വ്യഭിചരിക്കാനുള്ള പൈസക്ക് വേണ്ടിയാണ്. ആ വീട്ടിനകത്ത് ചെന്നപ്പോൾ നിങ്ങൾ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനേക്കാൾ സുന്ദരിയായ പെണ്ണവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ അവളിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ ഉടനെ നിങ്ങൾ പിടിക്കപ്പെടും. എന്തുകൊണ്ട്? ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. നിങ്ങൾ അവിടുന്ന് പണം എടുത്തുകൊണ്ടെന്ന് പുറത്തു പോയി വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ സുന്ദരിയെ കിട്ടാനില്ല. എന്നാലും അങ്ങനെ ചെയ്താൽ മതി. എന്തുകൊണ്ട്? ദൈവം സഹായിക്കൂല. ഇതൊരു കള്ളൻ്റെ ആത്മകഥയിലുണ്ട്. കള്ളന് പോലും ഇഖ്ലാസിൻ്റെ നാമത്തിലാണ്. ഇഖ്ലാസുള്ളവൻ കള്ളനാണെങ്കിലും അള്ളാഹു സഹായിക്കും. സത്യത്തിൽ കള്ളന്മാരാണ് ആര്? സിയോണിസ്റ്റുകൾ. എന്നിട്ടും 1948 മുതൽ ഇന്ന് വരെ ഇസ്രായേലിനെ പഠിച്ചാൻ സഹായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ കള്ളന്മാരാ, എന്നിട്ടും സഹായിച്ചു. എന്തുകൊണ്ട്? അവർ ചെയ്തതിൽ അവർക്ക് സമർപ്പണമുണ്ട്. അറബികളെ സത്യ, പക്ഷെ എന്തില്ല? സമർപ്പണമില്ല. അതിൻ്റെ പ്രശ്നം. ബദർ യുദ്ധം ഇന്നത്തെ രാഷ്ട്രത്തമ്പുരാക്കന്മാർക്കുള്ള ഒരുത്തൽ ആണ്. അതാണ് അവരെ കണ്ണ് തുറപ്പിക്കണം. ബദർ സമർപ്പണം. അതുകൊണ്ട് ജയിച്ചു. ഉഹദിൽ സമർപ്പണം കുറഞ്ഞു, തോറ്റു. ഇത് നബിയുടെ ഞാൻ പോയി, പക്ഷെ കുറച്ച് ആളുകൾക്ക് സമർപ്പണം ഉണ്ടായില്ല, തോറ്റുപോയി. സമർപ്പണമുണ്ടെങ്കിൽ കുറച്ച് സഹായം ഉണ്ടാവും. മനസ്സിലായില്ലേ? സമർപ്പണമുണ്ടെങ്കിൽ കുറച്ച് സഹായിക്കും. സമർപ്പണല്ലേ കുറച്ച് സഹായിക്കൂല. ചിന്തിക്കും. അതാണ് പ്രശ്നം. അഹങ്കാരം, അറബികളുടെ അഹങ്കാരം. മുസ്ലിം ലോകത്തിന് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം ഈ കള്ളന്മാരായ അറബികളാണ്. മുസ്ലിം ലോകം ഇങ്ങനെ അധപ്പതിക്കാൻ കാരണം അറബികളാണ്. എന്തുകൊണ്ട്? അഹങ്കാരമാണ് അവർക്ക്. അതാണ് വിഷയം. അറബികൾ തൽക്കാലം മുസ്ലിം ലോകത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിന്നാൽ, ഒരു 10 കൊല്ലം മാറി നിന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സമൂഹം മുസ്ലിങ്ങളായിരിക്കും. അറബികൾ മാത്രമാണ് മുസ്ലിം എന്നത്തെ പ്രശ്നം. എന്താ ഒരു കാരണം? അഹങ്കാരം. എന്താ അഹങ്കാരം? അവർക്കൊരു സുപ്രീമസി. ഞങ്ങൾ സാധാരണ ജനങ്ങളല്ല, ഞങ്ങൾ വലിയ കൂട്ടരാണ്. ഇത് ഇസ്ലാമിനെതിരാണ്. ഞങ്ങൾ ലാ ഫദ്ല ലിൽ അറബി അലൽ അജ്മി ഇല്ലാ ബിത്തഖ്വ എന്ന് മാത്രം പറഞ്ഞത്. ലാ ഫദ്ല ലിൽ ഹിന്ദി അങ്ങനെ പറയുന്നു. ഒരു സുപ്രീമസി, ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി ആയിട്ട് ലോകത്തെ ആളുകളും അവർ കാണുള്ളൂ. ഇപ്പോഴും അവസ്ഥ അത് മുസ്ലിമിന് പാടില്ല. ഒരാൾ സെക്കൻഡ് പേഴ്സണാലിറ്റി ആയിട്ട് കാണാൻ പാടില്ല. അവൻ ആ മുസ്ലിം ആണെങ്കിൽ പോലും അവനും മനുഷ്യനാണ്. മനുഷ്യത്വം ഓർക്കണം.
കൊടുത്തിരിക്കണം. ഇത് തന്നെ ഇവർ ചെയ്തു കൂട്ടിയ തോന്യാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആര്? ഖുറൈശികൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ സഹായിച്ചു. ചിന്തിക്കും. ഒരു നഗ്നയായ പെണ്ണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെഴുതിയ ഒരു പച്ച പതാക പുതച്ചു നിൽക്കുന്നതാണ് ഇന്നലത്തെ ലോകമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരു ചിത്രം. എന്താണ്? സൗദി അറേബ്യ മിസ് വേൾഡ് മത്സരത്തിന് പെണ്ണുങ്ങളെ പറഞ്ഞേക്കും. ഇത് കുഫറല്ലേ? ഇതല്ലെങ്കിൽ എന്താ കുഫർ? മനസ്സിലായില്ല? അതായത് ഒരു പെണ്ണ് തൻ്റെ നഗ്നത മറച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പച്ച അവരുടെ അതവരുടെ ഫ്ലാഗാണ്. ഈ ഫ്ലാഗ് അവരുടെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്ലാഗ് എന്നത് ഒഴിവാക്കണം. എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല, നമ്മളതിനെ ആക്ഷേപിക്കൂല. മനസ്സിലായില്ല? ഞാൻ പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഈ ഫ്ലാഗിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? ഈ ഫ്ലാഗ് വെച്ച ലോകത്ത് നിങ്ങളുടെ ഒരു അത്ലറ്റോ അല്ലെങ്കിൽ ഒരു കലാകാരനോ അല്ലെങ്കിൽ വേറൊരാളോ ഒരു തോന്നിയാസം ചെയ്യുമ്പോൾ അവിടെ ആക്ഷേപിക്കപ്പെടൽ എന്തിനായിരിക്കും? പറ, ലോകത്തേറ്റവും വലിയ സത്യവചനത്തെ. ഒരു നഗ്നയായ പെണ്ണ് തൻ്റെ നഗ്നതയുടെ അർദ്ധഭാഗം മറച്ചിരിക്കുക. എന്തുകൊണ്ട്? ആ രാജ്യത്തിന്റെ പതാക കൊണ്ട്. എന്താണ് ആ പതാകയുടെ സിമ്പൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതേതെങ്കിലും ഒരു സുന്നി ചെയ്തിരുന്നെങ്കിൽ വഹാബികൾ എല്ലാവരും കൂടിയിട്ട് ഒരു 10,000 സുന്നിനെ മുജാഹിദാക്കും. പൊങ്കാലയിരിക്കും. ഒക്കെ ഒലക്ക മുണിങ്ങിയ പോലെ ഇരിക്കുക. ഒരാളുമില്ല. ഒലക്ക മുണിങ്ങിയ മാതിരി. സുന്നിയൊക്കെ പിന്നെ പണിയില്ലല്ലോ. സുന്നികളൊക്കെ ഇപ്പം ഇതിനെ വഹാബികളെ മുട്ടുകൂടെ നടക്കുക. ഇന്നലെ നടന്നതാണ്. ഇന്നലെ കേരളത്തിലെ നല്ല ലോകത്തെ മുഴുവനും രാജ്യങ്ങളിലെ ചർച്ച ഈ ഒരു സംഭവമാണ്. അല്ലാഹു കാത്ത് രക്ഷപ്പെട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്.